ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒ അബ്ദുള്ള കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഒ അബ്ദുള്ള, താങ്കൾ ഈ PM സലാമിന്റെ വിവാദ പ്രസ്താവന കേട്ട് കാണും എന്ന് വിചാരിക്കുന്നുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യത അംഗീകരിക്കില്ല എന്നാണ് സലാം പറയുന്നത്. സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് ലോകം പോലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു വിവാദമായ പ്രസ്താവന തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? സ്ത്രീയും പുരുഷനും ഇസ്ലാമിക ദൃഷ്ടിയ തുല്യമാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. PM സലാം മതപരമായ കാര്യങ്ങളിൽ അവഗാഹം നേടിയ ആളുമല്ല. അദ്ദേഹം രാഷ്ട്രീയ ഇസ്ലാമിന്റെ നേതാവാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് അപ്പടി ഇസ്ലാമികമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എവിടെയൊക്കെ വിശുദ്ധ ഖുർആനിൽ കുറെ നിയമങ്ങൾ നിബന്ധനകൾ പറയുന്നുണ്ടോ അതെല്ലാം തന്നെ ആണിനും പെണ്ണിനും ഒരുപോലെ ആയിട്ടാണ് പറയുന്നത്. സാമ്പത്തികമായ ഈ അനന്തരാവകാശം സ്വത്ത് വിഭജിക്കുന്നിടത്ത് സ്ത്രീകൾക്ക് കൊടുക്കുന്നിടത്ത് അല്പം വ്യത്യാസമുണ്ട്. പക്ഷേ സാമ്പത്തികമായ എല്ലാവിധ ഉത്തരവാദിത്തത്തിൽ നിന്നും സ്ത്രീയെ പിന്നെ ഇസ്ലാമിക ഗവൺമെന്റ് അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് വീട്ടിന്റെ വൈദ്യുതി അല്ലെങ്കിൽ കരമടക്കാത്തതിന്റെ പേരിൽ ഫീസ് പോകുന്നു. ഭർത്താവിന്റെ കയ്യിൽ 10 പൈസയില്ല, ഭാര്യന്റെ അക്കൗണ്ടിൽ കോടികൾ ഉണ്ടെങ്കിലും ഭാര്യ അത് അടക്കാൻ ബാധ്യസ്ഥമല്ല. ഇതാ ഇസ്ലാമിക നിയമം. അത് പുരുഷനെ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടുള്ള ചില വിവേചനങ്ങളാണെന്ന് തോന്നും എന്നല്ലാതെ സ്ത്രീക്കും പുരുഷനും എല്ലാ കാര്യത്തിലും തുല്യ പങ്ക് ഇസ്ലാം നൽകുന്നുണ്ട്. അധികാരങ്ങൾ പങ്കിടുന്ന കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ നോക്ക്, പല മുസ്ലിം രാജ്യത്തിന്റെയും ഭരണാധികാരികൾ ഇവിടെ ഇന്ത്യയിൽ ആകെ ഒരു ഇന്ദിരാഗാന്ധി വന്നതല്ലാതെ ഒരു ഉദാഹരണം ഉണ്ടോ? ആസ്ഥാനത്ത് ബേനസീർ ഭുട്ടോ, ബംഗ്ലാദേശിൽ എത്ര തവണ സ്ത്രീകൾ മാറി മാറി അധികാരത്തിൽ വരുന്നത്? ഈവൻ തുർക്കിയിൽ വരെ അധികാരത്തിൽ വന്നില്ലേ? അപ്പൊ മുസ്ലിം നാടുകളിൽ അധികാരത്തിൽ വരെ സ്ത്രീകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി വനിത ഒക്കെ നമ്മളെ മനസ്സിന്ന് പോകുമോ? എന്തൊരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ആ വിദേശകാര്യ. അവരെന്നായിരുന്നു അധികാരത്തിൽ തുടരുന്നെങ്കിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുമ്പോ സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം വളരെ വലുതാണെന്നും അത് ഒരു പക്ഷെ തുല്യം എന്ന് തന്നെ പറയാം. പുരുഷനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ നൽകുന്നുണ്ട് സ്ത്രീക്ക് വരെ പറയേണ്ടി വരും. ഒരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ. ഈ PM സലാം പറഞ്ഞു വയ്ക്കുന്നത് ഈ മുസ്ലിങ്ങൾക്കൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനുള്ളിൽ പുറത്ത് സ്ത്രീകൾ വരാൻ പാടില്ല, അതിനുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അല്ല, അത് പറയുന്നത് വസ്ത്രധാരണത്തിനെ പറ്റിയാ. ഒരാൾ വസ്ത്രം പുരുഷന്റെ മാതിരി തന്നെ വസ്ത്രം ധരിക്കുന്നതിന് ഒരു വിരോധമില്ല, മറക്കേണ്ട ഭാഗങ്ങൾ മുഴുവൻ മറച്ചുകൊണ്ട്. അതാണ് ആ ചട്ടക്കൂട് എന്ന് പറഞ്ഞത്. സ്ത്രീക്ക് പ്രത്യേക വസ്ത്രം, ബുർക്ക അല്ലെങ്കിൽ ആ കറുത്ത പർദ്ദ, ഇതൊന്നും പർദ്ദ എന്നുള്ള വാക്കൻ ഇസ്ലാമികമല്ല. വിശുദ്ധ ഖുർആനിലെ പർദ്ദ എന്നുള്ള പദമേ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയാം. ഖുർആൻ പഠിച്ച ആളാണ്, ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. പർദ്ദ എന്നുള്ള വാക്ക് തന്നെ ഇല്ല. പുരുഷന്റെ അതേ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത എത്ര സ്ത്രീകളുണ്ട്. PM സലാമിന് കുറച്ച് സമയം ഒഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. അതിന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് മതപരമായ കാര്യങ്ങളിൽ അത്ര അവഗാഹമുള്ളവരായിരിക്കില്ല. അതുകൊണ്ടാണ് അതിനോട് വെറുപ്പുള്ളതുകൊണ്ടല്ല. ശരി, വളരെ നന്ദി ശ്രീ ഒ അബ്ദുള്ള പ്രതികരിച്ചതിന്.